ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ക്രൈസ്തവ സഹനത്തെക്കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഏതാനും നാളുകൾക്ക് മുമ്പ് ചില ചെറുപ്പക്കാർ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. നമ്മളുടെ അനേകം വിശുദ്ധർ സഹനത്തിൻ്റെ ഉത്തമ മാതൃകയായി ജീവിച്ചിട്ടുണ്ട്. രോഗങ്ങൾ വന്നപ്പോഴും വേദനകൾ വന്നപ്പോഴും പ്രതിസന്ധികൾ വന്നപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് സഹനത്തിലൂടെ കടന്നുപോയ ആ വിശുദ്ധരുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അവരുടെ ചോദ്യം ഇതാണ്: അങ്ങനെയാണെങ്കിൽ ഈ സഹനദാസരോട് നമ്മളുടെ സഹനങ്ങൾ മാറാൻ നമ്മൾ എന്തിന് പ്രാർത്ഥിക്കുന്നു? വളരെ കുഞ്ഞായിരുന്നൊരു സമയത്ത് വിശുദ്ധ അൽഫോൻസാമ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെടുന്ന കാലത്ത് അൽഫോൻസാമയെക്കുറിച്ചുള്ള ഒരു ചിത്രകഥ എൻ്റെ കൈകളിൽ വന്നപ്പോൾ, അൽഫോൻസാമയ്ക്ക് അസുഖം വന്നൊരു സമയത്ത് അൽഫോൻസാമ ചാവറയച്ചൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കുന്നതായിട്ട് അതിൽ കാണുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്നൊരു സംശയം നാളുകൾ എൻ്റെ ഉള്ളിൽ പിന്നീടും നിലനിന്നു. സഹനദാസിയായ അൽഫോൻസാമ എന്തിന് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു? പക്ഷെ പിന്നീട് ആ ചോദ്യത്തിൻ്റെ മണ്ടത്തരം എനിക്ക് മനസ്സിലായത്, അതിനുശേഷം എൻ്റെ ചില സുഹൃത്തുക്കൾ സഹിക്കുന്നത് ദൈവഹിതമാണെങ്കിൽ പിന്നെ എന്തിന് മരുന്ന് കഴിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ്. പ്രിയമുള്ളവരെ, സഹനത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ കത്തോലിക്ക തിരുസഭ സഹനത്തിൻ്റെ ശ്രേഷ്ഠതയും മനോഹാരിതയും അതുമൂലം ലഭിക്കുന്ന വലിയ നന്മകളും ഏറെ മനോഹരമായി തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന സഭയാണ്. അങ്ങനെ സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ തന്നെ സഭ വളരെ ആക്റ്റീവായിരിക്കുന്ന സ്ഥലങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ കഷ്ടത മാറ്റുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്നുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, വീടില്ലാത്ത ഒരു വ്യക്തിയോട് സഹനം പ്രസംഗിക്കുന്ന നമ്മുടെ അതേ സഭ തന്നെയാണ് വീട് വെച്ചു കൊടുത്ത് അവനെ ആ സഹനത്തിൽ നിന്ന് വിമുക്തമാക്കുന്നത്. തൊഴിലില്ലാത്ത യുവജനങ്ങളെ വിളിച്ചുകൂട്ടി തൊഴിൽ മേഖലകളിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയും നമ്മുടെ സഭയാണ് ചെയ്യുന്നത്. ഈ ഘട്ടങ്ങളിലൊന്നും സഭ അവരോട് പറയുന്നില്ല, നിങ്ങൾ ഇതിൽ തുടരുക, സഹനമാണ് നല്ലത്. അപ്പോൾ സഭ യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു സ്ഥലത്ത് സഹനം നിവാരണം ചെയ്യുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന സഭ തന്നെ സഹനം ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും പ്രശ്നമുണ്ടായിക്കോട്ടെ എന്നല്ല പറയുക, പിന്നെയോ കുടുംബ പ്രശ്നം മാറ്റുവാനായി കൗൺസിലിങ്ങും കാര്യങ്ങളും നടത്തുമ്പോൾ, സഹനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന സഭയുടെ ഇരട്ടത്താപ്പാണോ ഇത്? അതോ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്. ഈ കഷ്ടപ്പാടുകൾ, വേദനകൾ, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ദുരന്തങ്ങൾ, ഇതൊക്കെ കടന്നു വരുമ്പോൾ സഭ അതിനെ സഹനങ്ങളായി കണ്ട് സ്വീകരിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ഒരാൾ രോഗിയായാൽ രോഗസൗഖ്യമുണ്ടാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? സഭയുടെ സഹനത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ഏത് പ്രസംഗം നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു നോക്കിക്കൊള്ളൂ. എവിടെയെങ്കിലും ഉയർപ്പ് ഞായറിനെ കൂടാതെയുള്ള ഒരു ദുഃഖവെള്ളിയെക്കുറിച്ച് ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ദുഃഖവെള്ളിയെ മനോഹരമായി സ്വീകരിക്കുക, അത് ഉയർപ്പ് ഞായറിലേക്ക് നയിക്കും. ദുഃഖവെള്ളി നമ്മളിൽ നിന്ന് മാറണമേ എന്നല്ല, ദുഃഖവെള്ളിയിലൂടെ ഉയർപ്പിലേക്ക് കൊണ്ടുപോകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത്തരമൊരു മനോഭാവമാണ് നമുക്ക് വേണ്ടത് എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് രോഗങ്ങളും കഷ്ടങ്ങളും വേദനകളും ദുരന്തങ്ങളും മാറാതെ വരുമ്പോൾ നമ്മളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളുടെ യേശു സകല ദുരന്തങ്ങളിൽ നിന്നും, സകല അസ്വസ്ഥതകളിൽ നിന്നും, സകല വേദനകളിൽ നിന്നും
നമ്മളെ വിടുവിക്കുന്ന അത്ഭുത പ്രവർത്തികളുടെ ഒരു ദൈവം തന്നെയാണ്. അവനെ ആശ്രയിക്കുന്ന ഒരാളെയും അവൻ ഉപേക്ഷിക്കാറില്ല. അവനെ വിശ്വാസത്തോടെ പിൻചെല്ലുന്ന സകലരുടെയും കണ്ണുനീരവൻ ഒപ്പുക തന്നെ ചെയ്യും. രോഗങ്ങൾ അവൻ സുഖമാക്കും. അവൻ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെടും. അവൻ നമ്മളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ പെട്ടിരിക്കുന്ന വലിയ കയത്തിലേക്ക് കടന്നു വന്ന് അവൻ അതിൽ കരങ്ങൾ നീട്ടി നമ്മളെ വലിച്ചുയർത്തി അവൻ നമ്മളെ മാന്യതയുള്ള സ്ഥാനത്ത് നമുക്കപ്രാപ്യമായ പാറകളുടെ മുകളിൽ കയറ്റി നിർത്തും. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. ക്രിസ്തുവിന് അത് ചെയ്യാതിരിക്കാനാവുകയില്ല. എന്നാൽ അതേസമയം തന്നെ നമ്മളുടെ ജീവിതത്തിൽ സഹനങ്ങൾ അവൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ സഹനങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹനത്തിൻ്റെ കാലഘട്ടം ഒരുപക്ഷെ ഒരു ദിവസമാകാം, 2 ദിവസമാകാം, ഒരാഴ്ചയാകാം, മാസങ്ങളാകാം, വർഷങ്ങളാകാം. എന്നാലും ഈ സഹനത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ സഹനത്തെ മാറ്റാൻ പരിശ്രമിക്കാതിരിക്കരുത്. ആ സഹനത്തെ നമ്മളിൽ നിന്ന്, ആ സഹനത്തിൻ്റെ അവസ്ഥകളെ നമ്മളിൽ നിന്ന് മാറ്റാൻ പരിശ്രമിക്കാതിരിക്കരുത്. ദാരിദ്ര്യം എന്ന സഹനത്തിൽ ഒരു കുടുംബം പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ 3-4 വർഷം ദാരിദ്ര്യത്തിൻ്റെ വേദനകളിലൂടെ ആ കുടുംബം കടന്നു പോകാം. ചിലപ്പോൾ 10-12 വർഷം ആ കുടുംബം കടന്നു പോകാം. എന്നാലും ഈ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, സാമ്പത്തിക ഉന്നമനം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ കുടുംബം അന്വേഷിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ ഈ 12 വർഷമുണ്ടല്ലോ, അതായത് ദാരിദ്ര്യം തുടരുന്ന 12 വർഷങ്ങൾ, അവർ സാമ്പത്തികമായി ഉയരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന 12 വർഷങ്ങൾ. ഉദാഹരണത്തിന്, കുട്ടികൾ പഠിച്ചു വരുന്നു, തൊഴിൽ അന്വേഷിക്കുന്നു, ഈ കാലഘട്ടങ്ങളിലൊക്കെ ദാരിദ്ര്യമാണ്. എന്നാൽ ഈ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ, വിടുതലിലേക്ക് നയിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സഹനത്തിൽ ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അഥവാ പഠിപ്പിക്കുന്ന വിഷയം. നമ്മൾ ദൈവത്തെ ഈ സന്ദർഭങ്ങളിൽ ഇതിൻ്റെ കാരണക്കാരനായി കാണുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ ദൈവവിശ്വാസം ഉപേക്ഷിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തിന് ഹിതകരമല്ലാത്ത മാർഗങ്ങളിലൂടെ ഇതിൻ്റെ പരിഹാരം അന്വേഷിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് നമ്മൾ സഹനത്തെ സ്വീകരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഒരു കഷ്ടപ്പാടിനെ ഓർത്തും നമ്മൾ ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തുവാൻ പാടില്ല. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ 12 വർഷത്തോളം എൻ്റെ വിവാഹ ജീവിതം കടന്നുപോയി. ഒരുപക്ഷെ എൻ്റെ ഈ സാക്ഷ്യം പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കടന്നു വന്ന കുഞ്ഞുങ്ങളിൽ ചിലരൊക്കെ ഉദരത്തിൽ വെച്ച് നഷ്ടമായി പോകുന്ന സമയത്ത് ആ ആദ്യത്തെ കുഞ്ഞിനെ എനിക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ചതിന് ശേഷമാണ് കുഞ്ഞ് ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയത്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളെ വിട്ടുപിരിയുന്ന സമയത്തൊക്കെ ലോകത്തിലെ മനുഷ്യർ ഞങ്ങളോട് ചോദിക്കാൻ കരുതി വെച്ചിരുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ദൈവം നിങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചു? ഈ സമയത്ത് മനുഷ്യർക്കെല്ലാം ഞങ്ങൾ ആ ചോദ്യം ദൈവത്തോട് ചോദിക്കണമെന്നായിരുന്നു. ദൈവമേ, എന്തിന് നീ ഞങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു? ഈ കൊലച്ചതി എന്തിന്? ഇതാ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കർത്താവ് അതിനൊരു ഉത്തരം തരുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, വളരെ വ്യക്തമായി പറയുന്നു, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുമെന്നില്ല. ജ്ഞാനം 1:13. എന്നിട്ട് 2-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. 2:24. ജ്ഞാനം, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവം ഒരിക്കലും ഇത്തരം മരണങ്ങൾ ആഗ്രഹിച്ചില്ല. നമ്മളുടെ മരണം നമ്മളെ അനശ്വരതയോടെ ആയിരിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ച ദൈവം, എന്നാൽ പിശാച് തൻ്റെ അസൂയ നിമിത്തം നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു. ഇത്തരം അത്യാഹിതങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹമല്ല, പിന്നെയോ പാപത്തിലേക്ക് മനുഷ്യകുലത്തെ പിശാച് നയിച്ചത് നിമിത്തം, അവൻ്റെ വഞ്ചന നിമിത്തം നമ്മളുടെ ലോകത്തിലേക്ക് കടന്നു വന്നതാണ്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്ത ഒരു പാപത്തിൻ്റെ ഫലമാകണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മളുടെ വലിയൊരു ദുരന്തം ഈ സമുദ്രത്തിൽ സംഭവിച്ചപ്പോൾ, ഓഖിയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച സമയത്ത് KCBCയുടെ അധ്യക്ഷനായിരുന്ന അഭിവന്ദ്യ മെത്രാപ്പോലീത്ത സൂസപാക്യം തിരുമേനി
മറ്റ് എല്ലാവരും കേൾക്കെ പത്രമാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ചു. തിരുമേനി പറയുകയാണ്, യഥാർത്ഥത്തിൽ നമ്മളുടെ പാപത്തിൻ്റെ ഫലം തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ. എന്നാൽ ഈ ദുരന്തത്തിൽ പെട്ടവരാകണമെന്നില്ല ഈ പാപം ചെയ്തത്. അവർ നിഷ്കളങ്കരായ മനുഷ്യരാണ്. എന്നാൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചതുപോലെ ചില സന്ദർഭങ്ങളിൽ മനുഷ്യകുലത്തിൻ്റെ പാപം നിമിത്തം നിഷ്കളങ്കരായ മനുഷ്യർക്ക് വേദനയും സഹനങ്ങളും കടന്നു വരും. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ സഹനത്തിൻ്റെ മനോഭാവത്തോടുകൂടെ അതിനെ സ്വീകരിക്കണമെന്നുള്ള ഒരാഹ്വാനം. അതേസമയം മനുഷ്യർ പാപത്തിൽ നിന്ന് പിന്തിരിയണം, നമ്മുടെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കണമെന്നുള്ള ആഹ്വാനം പരസ്യമായി വാർത്താമാധ്യമങ്ങളിലൂടെ പിതാവ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതല്ലേ. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ ലോകത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും കാരണം നമ്മളാകണമെന്നില്ല. നമ്മൾക്കറിയാം, ചില പാപങ്ങളുടെ പരിണിത ഫലമായി ചില രോഗങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ അതേ രോഗങ്ങൾ തന്നെ അത് ചെയ്യാത്ത വ്യക്തികളിലും മറ്റു പല രീതികളിലും കടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി പാപം ചെയ്തു എന്നതിൻ്റെ ഫലമായി ചിലപ്പോൾ ചില രോഗങ്ങൾ വരുമെങ്കിൽ അതൊന്നും ചെയ്യാത്ത നിഷ്കളങ്കർക്കും അതുപോലുള്ള രോഗങ്ങൾ കടന്നു വരും. അപ്പോൾ ഈ രോഗം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ ഈ ലോകത്തിലെ മനുഷ്യരുടെ സിസ്റ്റം നമ്മൾ തകരാറാക്കിയത് മൂലം നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വന്ന തിന്മകളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അത് അനുഭവിക്കുന്ന എല്ലാവരും അത് കാരണമാണ് അനുഭവിക്കുന്നത് നമുക്ക് പറയാനും പറ്റുകയില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരമൊരു ദുരന്തം കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം? പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, യേശു എന്നെ സഭയിലൂടെ ഇത് പഠിപ്പിച്ചത് കാരണം കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം ആദ്യം കരങ്ങളിൽ എടുത്തിട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യുവാൻ ശ്രമിച്ചതെന്നറിയാമോ? പ്രിയമുള്ളവരെ, ജോബിൻ്റെ പുസ്തകത്തിൽ ബൈബിളിൽ കർത്താവ് വ്യക്തമായി പറഞ്ഞു തരികയാണ്, സഹനത്തിൻ്റെ നാളുകളിൽ ജോബ് ദൈവത്തെ സ്തുതിച്ചു. ഇത് എൻ്റെ സഭ എന്നെ പഠിപ്പിച്ചതാണ്. ആ സമയത്ത് ഞാൻ ചെയ്യേണ്ട പ്രതികരണം അതാണ്. എന്നാൽ നാളുകൾക്ക് ശേഷം കർത്താവ് ഒരു ആൺകുട്ടിയെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു. അപ്പോൾ ഈ വിടുതലിൻ്റെ കാലഘട്ടം വരെയും ഞങ്ങൾക്ക് അസ്വസ്ഥതകളുടെ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഈ അസ്വസ്ഥതകളുടെ കാലഘട്ടത്തിൽ സഭ ഞങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെ ഇതിനോട് പെരുമാറണമെന്നായിരുന്നു. അസ്വസ്ഥതകൾ സംഭവിക്കുമ്പോൾ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ആക്കി എന്ന് ചോദിക്കാതെ ദൈവത്തെ അപ്പോഴും സ്തുതിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിശ്രമിക്കണമെന്ന് സഭയിലെ വിശുദ്ധർ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഒരിക്കൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞത് ഇതാണ്, നിങ്ങളുടെ മുഖത്ത് ഇതിനുള്ള ഒരു സങ്കടം കാണുന്നില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൽ ഒരു വിഷമവുമില്ല, അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ സന്തോഷിച്ച് ആടിപ്പാടി നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദുഃഖത്തിൽ ഞങ്ങൾ സന്തോഷിക്കുവാനും കർത്താവിൽ ആനന്ദിക്കുവാനും ഒരിക്കലും മടിക്കാതിരുന്നത് നിമിത്തം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ സന്തോഷിച്ച് നടക്കുന്നതെന്ന് വരെ ആളുകൾ വ്യാഖ്യാനിക്കും വിധത്തിൽ കർത്താവിൻ്റെ സന്തോഷത്തിലും ശുശ്രൂഷകളിലും ഞങ്ങൾ വ്യാപരിക്കുവാൻ ഇടവന്നത് സഭ ഞങ്ങളെ അത് പഠിപ്പിച്ചത് കൊണ്ടാണ്. പിന്നീട് വിടുതലിൻ്റെ കാലഘട്ടം വന്നപ്പോൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നപ്പോഴൊക്കെ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ അത് പറഞ്ഞ് വിഷമിപ്പിച്ചില്ലല്ലോ എന്ന ഒരു സന്തോഷം ഇന്നും ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ഈ വേദനകൾ കഴിഞ്ഞ് തിരിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈശോയെ നിന്നെ ഞാൻ അപ്പോഴും സ്നേഹിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സഹനത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതാണ് പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട സഹനത്തിൻ്റെ വശവും. അതായത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം ചൊരിഞ്ഞു തരുന്ന ഒരാൾ, ആളെ നമ്മൾ ഭയങ്കരമായി സ്നേഹിക്കുകയാണ്. അതെ, ഇന്ന് ഈ ലോകത്തിൽ അനേകരുടെ ഒരു വിഷമം അതാണ്. എൻ്റെ ജീവിതത്തിൽ സമ്പത്തുണ്ടായിരുന്ന സമയത്ത്, ഞാൻ ആളുകളെ സഹായിക്കുന്ന സമയത്ത് അവരെല്ലാവരും എന്നെ സ്നേഹിച്ചു. എന്നാൽ പെട്ടെന്ന് എൻ്റെ സമ്പത്ത് എന്നെ കടന്നു പോയപ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നപ്പോൾ, ദാരിദ്ര്യം വന്നപ്പോൾ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ഇത് മനുഷ്യർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രതികരണം നമ്മൾ അറിയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് നന്മ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ അയാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നത് വെച്ചാണ് നമുക്ക് അയാളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്ന് അറിയാൻ പറ്റുക. അതെ, ദൈവം നമ്മളുടെ ജീവിതത്തിൽ നന്മകൾ തരുന്നതിനോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ മറ്റു
പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് അനുവദിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന സമയത്തും അതിൻ്റെ യഥാർത്ഥ കാരണം ദൈവഹിതം തന്നെ ആകണമെന്നില്ല. എങ്കിലും നമ്മളുടെ ജീവിതത്തിൽ അത് കടന്നു വരുമ്പോൾ പിശാച് ഈ സന്ദർഭത്തെ എടുത്ത് നമ്മളുടെ നേരെ കാണിച്ചിട്ട് ദൈവം നിനക്കിത് എന്തുകൊണ്ട് വരുത്തി എന്ന് ദൈവത്തോട് ചോദിക്കുക, അവനോട് എതിർക്കുക എന്ന് പറയുന്ന സമയത്ത്, ഇല്ല, എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അതാണ് സഹനത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. അതായത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതായത് ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സമയത്ത്, നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ഈശോ സഹിച്ചതെങ്കിലും ആ സഹനത്തിൻ്റെ സമയത്ത് ഈശോ നമ്മളെ സ്നേഹിച്ചു. നമ്മളെ വെറുത്തുകൊണ്ടല്ല കർത്താവ് കുരിശ് സ്വീകരിച്ചത്, നമ്മളെ വെറുത്തുകൊണ്ടല്ല കർത്താവ് പീഡനങ്ങൾ സ്വീകരിച്ചത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തെ വെറുക്കാതെ, ഇത് ദൈവമാണ് വരുത്തിയതെന്ന് പറയുന്ന പിശാചിൻ്റെ വാക്കുകളെ സ്വീകരിക്കാതെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കാതിരിക്കുന്ന നമ്മളുടെ ഒരു ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം നമുക്ക് സഹനത്തിൻ്റെ സമയത്ത് മാത്രമേ കാണിക്കാൻ പറ്റൂ. ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരന്തങ്ങളും വരുന്ന സമയത്ത് അല്ലാതെ മറ്റെപ്പോഴാണ് ദൈവമേ ഒന്നുമില്ലെങ്കിലും എനിക്ക് നിന്നെ മതിയെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുക? നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റപ്പെടുന്ന സമയത്താണ് കർത്താവേ എനിക്കിതൊന്നും വേണ്ട, ഇതൊന്നുമില്ലെങ്കിലും നീ മാത്രം മതി എന്ന് പറഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു അവസരം കിട്ടുന്നത്. അതാണ് സഹനത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. നമുക്ക് കത്തോലിക്ക സഭയിലെ അനേകം വിശുദ്ധരായ സഹനദാസന്മാരെ അറിയാം. ഇവർ പലപ്പോഴും സഹനം മാറാൻ പോലും ശരിക്കും ആഗ്രഹിച്ചിരുന്നില്ല. എന്താണ് കാരണമെന്നറിയാമോ? സഹനത്തിൻ്റെ സമയത്താണ് കർത്താവിനെ ഇതുപോലെ സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു അവസരം. കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ ഇതിനേക്കാൾ വലിയൊരു സമയമില്ല. അതുകൊണ്ട് അവരത് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾക്കിതൊന്നും വേണ്ട. നമ്മളുടെ ഫ്രാൻസിസ് അസീസിയെ പോലുള്ളവർ തനിക്കുള്ള സന്തോഷങ്ങളെല്ലാം ത്യജിക്കുകയാണ്. കാരണം എന്താണ്? എനിക്കിതൊന്നും വേണ്ട. അങ്ങനെ മനോഹരമായി ഇതൊന്നുമില്ലാതെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നം നീയുമായിട്ടുള്ള എൻ്റെ സ്നേഹത്തെ മാറ്റിമറിക്കില്ല എന്ന് പറയാൻ പറ്റുന്ന ഇത്രയും അസുലഭമായ ഒരു നിമിഷം പ്രിയമുള്ളവരെ സഹനത്തിൻ്റെ സമയത്തല്ലാതെ നമുക്കൊരിക്കലും കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ സഹനത്തെ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പരസ്പരം പരിശ്രമിച്ച് ആ സഹനകരമായ സാഹചര്യത്തിൽ നിന്ന് മാറി മറ്റുള്ളവർക്കൊക്കെ നന്മ ചെയ്യാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും പറ്റുന്ന സ്വതന്ത്രമായ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ പരിശ്രമിക്കണമെന്ന് തന്നെയാണ് ദൈവവും സഭയും ആഗ്രഹിക്കുന്നത്. അതിന് ഒരിക്കലും മാറ്റമില്ല. അല്ലെങ്കിൽ അതൊരു ആത്മഹത്യാപരമാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കാതെ ഇത് സഹനം ഇരിക്കട്ടെ എന്ന് പറയാൻ പാടില്ല. രോഗം വരുമ്പോൾ നമ്മൾ അതിനുള്ള മരുന്നുകളെല്ലാം കഴിക്കണം. കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആ രോഗം മാറുന്നത് വരെയുള്ള സമയത്ത് നമുക്കുണ്ടാകുന്ന സകല അരിഷ്ടതകളെയും ഓർത്ത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തോട് പറയുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെയാണ് മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. രോഗം വരുമ്പോൾ ദൈവമേ ഈ രോഗം മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ സ്വതന്ത്രമായി മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ എൻ്റെ ശരീരത്തെ സ്വതന്ത്രമാക്കിയാലും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം തീർച്ചയായും. എന്നാൽ ആ മാറുന്നത് വരെയുള്ള കാലഘട്ടം അങ്ങനെ ആയിരിക്കണം. സഹനത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സഹനം, എല്ലാ സഹനങ്ങളും യഥാർത്ഥ മഹത്വപൂർണമായ സഹനങ്ങളോട് തുലനം ചെയ്യാൻ പറ്റുന്നതല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി പഠിക്കാതെ ജീവിക്കുകയാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ഈ വ്യക്തി പഠിച്ചില്ല. ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ജോലിക്ക് അപ്ലൈ ചെയ്തില്ല. ഇതിൻ്റെ ഫലമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു. എപ്പോഴും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നയാൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 35 വയസ്സായപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന അപ്പനും അമ്മയും ഒക്കെ മരിച്ചുപോയി. പിന്നെ ആരുമില്ല. നോക്കിയപ്പോൾ വലിയ പട്ടിണി. ഈ പട്ടിണിയെ നമുക്കൊരിക്കലും സഹനമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതിന് മലയാളത്തിലൊരു പേരുണ്ട്, സ്വയം കൃതാനർത്ഥം. അതായത് ദൈവം നൽകിയ മനോഹരമായ അവസരങ്ങളെ തട്ടിത്തെറിപ്പിച്ച് സ്വന്തം ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന വിനാശങ്ങളെ നമുക്ക് ഒരു സ്വയം കൃതാനർത്ഥം എന്നാണ് പറയുവാൻ സാധിക്കുക. ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും സ്വന്തം ജീവിതത്തിൽ താൻ വരുത്തി വെച്ച പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില പാപപ്രവർത്തികൾ ആവർത്തിക്കുമ്പോൾ ദൈവം ആ പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ വേണ്ടി ചില സങ്കടങ്ങൾ, പ്രതിസന്ധികൾ അനുവദിച്ചേക്കാം.
ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പാപത്തിനുള്ളൊരു മുന്നറിയിപ്പായിട്ട് ദൈവം തരുന്ന ചില സഹനങ്ങളുണ്ട്. ഈ സഹനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ പാപത്തിൽ നിന്ന് പിന്തിരിയുന്ന സമയത്ത് ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. അതിനെയാണ് ദൈവം ശിക്ഷണം എന്ന് പറയുന്നത്. ശിക്ഷണം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ശിക്ഷണം എങ്ങനെ ഇരിക്കട്ടെ, സഹനം എങ്ങനെ ഇരിക്കട്ടെ എന്നല്ല. ശിക്ഷണത്തിന് കാരണമായ പാപം എന്താണോ, നമ്മളിൽ ദൈവഹിതത്തിനെതിരായി എന്തുള്ളത് കൊണ്ടാണോ ദൈവം നമുക്ക് ശിക്ഷണം തരുന്നത്, ആ കാരണം നമ്മൾ എടുത്തു മാറ്റണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ആ കാരണം എടുത്തു മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ശിക്ഷണം ദൈവം തരുന്ന സമയത്ത് നമുക്കുണ്ടാകേണ്ടത് അനുതാപവും നമുക്ക് ഹൃദയ പരിവർത്തനവുമാണ്. പ്രിയമുള്ളവരെ, അതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്കിതിനെ സഹനമെന്ന് വിളിച്ച ആ പുണ്യപൂർണമായ സഹനത്തോട് ഇതിനെയൊന്നും താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യാത്ത തെറ്റിനും അതുപോലെ തന്നെ നമ്മളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനുമൊക്കെ ആയിട്ട്, മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിനുമൊക്കെ ആയിട്ട് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചില സഹനങ്ങളുണ്ട്. ചിലപ്പോൾ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി അനേകം മണിക്കൂറുകൾ കഷ്ടപ്പെടേണ്ടി വരുന്നു. അവരുടെ ജീവിതത്തിൽ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടി വരുന്നു. രോഗികളായിരിക്കുന്നവരെ ശുശ്രൂഷിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേദന ഉണ്ടാകാറുണ്ട്. ഇത്തരം വേദനകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് പുണ്യപൂർണമായ സഹനമാണ്. നമ്മളുടേതല്ലാത്ത തെറ്റുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മനോഹരമായ ശിക്ഷണമല്ലാത്ത, സ്വയംകൃതം അനാർത്ഥമല്ലാത്ത സഹനങ്ങളെയാണ്, കഷ്ടതകളെയാണ് നമ്മൾ യഥാർത്ഥ സഹനങ്ങളെന്ന് വിളിക്കേണ്ടത്. അതിനെ സ്നേഹിക്കുകയും അതിന് കാരണമായ കാര്യങ്ങൾ ഒഴിവാക്കി മാറ്റി അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വരികയും ചെയ്യണം. എന്നാൽ ഈ സഹനം, നമ്മളുടേതല്ലാത്ത കുറ്റം കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സഹനം നമുക്കെന്നും വലിയ അനുഗ്രഹങ്ങൾ, ഉയർപ്പിൻ്റെ വലിയ അനുഭവം വരിക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഇങ്ങനെ സഹനത്തെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കണം. അതാണ് സഭ പഠിപ്പിക്കുന്നത്. അല്ലാതെ സഹനം മാറാതിരിക്കണമെന്നോ സഹനത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കണമെന്നോ നമ്മൾ എപ്പോഴും സഹിക്കണമെന്നോ അല്ല. സഹനത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ മാറ്റണമെന്നും നമ്മളിൽ വിശുദ്ധിയുടെ അടയാളമായി നിലകൊള്ളുന്ന സഹനങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന കാലം വരെയും സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സ്വീകരിക്കണമെന്നുമാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു പുണ്യമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ക്രൈസ്തവ സഹനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തരണമേ. അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ കർത്താവെ അത് പൂർണ്ണമായും സന്തോഷത്തോടെ സഹിക്കുവാനും, അതേസമയം ഞങ്ങളുടേതായ തെറ്റുകൾ നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ, ശിക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അത് മനസ്സിലാക്കി അതിനെ മാറ്റി ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ